അമേരിക്കയുടെ താരിഫ് ഭീഷണിയിൽ പ്രധാനമന്ത്രിയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നതായി സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഭാരതത്തെ വിരട്ടുന്ന നിലപാടാണ് അമേരിക്കയുടേത്. സാമ്പത്തികമായി തകർന്ന അമേരിക്കയുടെ ഭ്രാന്തൻ നടപടിയാണ് ഭാരതത്തിനെതിരെ പിഴച്ചുങ്കം ചുമത്താനുള്ള തീരുമാനമെന്നും മന്ത്രി വിമർശിച്ചു. ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നതാണെന്ന് ട്രംപ് പറയുന്നത് അംഗീകരിക്കാനാകില്ല. രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനൊപ്പം നിൽക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന താരിഫ് യുദ്ധമാണ് അമേരിക്കയുടെ പിഴച്ചുങ്കമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സാമ്പത്തികമായി തകർന്ന അമേരിക്കയുടെ ഭ്രാന്തമായ നടപടിയാണ് താരിഫ് ഉയർത്തുന്നത്. ഇന്ത്യയിൽ നിന്നുമുള്ള ആഭ്യന്തര ഉൽപ്പാദനത്തെ ഇത് കാര്യമായി ബാധിക്കും. പ്രധാനമന്ത്രി പറഞ്ഞതിനെ അംഗീകരിക്കുന്നുവെന്നും മന്ത്രിയുടെ പ്രതികരണം. അമേരിക്കയിൽ ഇനി ഇന്ത്യൻസ് ഒന്നും ജോലി എടുക്കേണ്ട കാര്യമില്ല. സോഫ്റ്റ്വെയർ അദ്ദേഹം നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാം ശ്രദ്ധയിലുണ്ട്. പ്രൊഡക്ഷനകത്ത് ഇലക്ട്രോണിക്സിനകത്ത് ഇപ്പോൾ ചൈനയെക്കാളും കൂടുതൽ ആപ്പിൾ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആപ്പിൾ ഫോൺ അങ്ങോട്ട് വാങ്ങണ്ട, അത് മറ്റ് സ്ഥലത്ത് എവിടെ നിർമ്മിക്കണം തുടങ്ങി ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ പലതരത്തിലും ബാധിക്കുന്ന കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തർക്കമാണ്. ഇന്നലെ ഏതായാലും നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുകയും കയറ്റുമതി തീരുവ കുറയ്ക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ട്രേഡിങ്ങിനെ പ്രതികൂലമായി ഇത് ബാധിക്കും. സംസ്ഥാന സർക്കാർ രാജ്യത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കും. റഷ്യയും ഇന്ത്യയും ഡെഡ് എക്കണോമിയാണ് എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞാണ്. അപ്പൊ ഇന്ത്യയുടെ എക്കണോമിയെ പറ്റി തന്നെ അത്ര അവമാനകരമായിട്ട് പറഞ്ഞു. ഇപ്പൊ BJP ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ എക്കണോമി ഡെഡ് എക്കണോമി ആണെന്നും ഇന്ത്യ ഒരു തകർന്ന രാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ നമുക്കത് സമ്മതിക്കാൻ പറ്റുമോ? ഒരു ഇന്ത്യക്കാരന്റെ നിലയിൽ ഒരിക്കലും അത് സമ്മതിക്കാൻ പറ്റില്ല. അമേരിക്കൻ പ്രസിഡന്റ് ആണോ പറയേണ്ടത് ഈ ഇന്ത്യയും റഷ്യയും ഏറ്റവും മോശപ്പെട്ട താരിഫ് റേറ്റാണ്, ഇവർ ഡെഡ് എക്കണോമി ആണെന്ന്? അതിന് കീഴ്പ്പെടണോ ഇന്ത്യക്കാർ? നമ്മളെ സംബന്ധിച്ച് കേരളം എന്ന് പറയുന്ന സംസ്ഥാനവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും എല്ലാം ചേർന്ന് ജനങ്ങളാകെ ഒരുമിച്ച് നിന്ന് ഈ വെല്ലുവിളിയെ നേരിടേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ കീഴടങ്ങാൻ പാടില്ല. ഇന്ത്യ ഒരു തകർക്കപ്പെട്ട എക്കോണമിയാണെന്നാണ് ട്രംപ് പ്രസ്താവന നടത്തിയത്. ഇന്ത്യയുടെ എക്കോണമിയെ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന് സമാനമായ അവസ്ഥ കൊണ്ടുവരാൻ അനുവദിക്കില്ല. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൊണ്ടുവരുന്നില്ല എന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.